അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലെ ഭാഷാപരമായ ഒരുപാട് അത്ഭുതങ്ങളും കൗതുകങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ലോകത്തെ വിസ്മയിപ്പിച്ച മറ്റൊരു ഗ്രന്ഥമുണ്ടാവില്ല. പലപ്പോഴും ഈ ഖുർആനെ വിമർശിക്കുന്ന ആളുകളും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ഒരു ആയത്തിറക്കിയിട്ടുണ്ടല്ലോ. സ്വന്തം നബിയെ അധിക്ഷേപിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെ അധിക്ഷേപിക്കാൻ മാത്രം ഒരു പിഴവ് കാണിക്കുന്ന ഒരു പ്രവാചകൻ, ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ശരിയാവുക? ഒരിക്കൽ സുഫി ഗുരുവിനോട് ഇതിൻ്റെ സംശയം ചോദിച്ചു. എന്താണ് ഇതിനൊരു മറുപടി ഉള്ളത്? കാരണം സൂറത്തുൽ അബസ വതവല്ല അൻജാഅഹുൽ അഅമ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്. സൂറത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. അന്ധനായ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഹബീബായ നബിയുടെ അരികിലേക്ക് വരികയാണ്. ആ സമയത്ത് നബിയോട് സംസാരിക്കാൻ ഖുറൈശികളായ ചില പ്രമുഖർ അവർക്ക് ഹബീബായ നബി ഇസ്ലാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ. അതിനിടയിലാണ് ഈ അന്ധനായ സ്വഹാബി, കാഴ്ച പരിമിതിയുള്ള ഈ സ്വഹാബി കടന്നു വരുന്നത്. ഹബീബായ നബി ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ വരവ് ഇഷ്ടപ്പെടാതെ മുഖം ചുളിച്ചു എന്നാണ് ഈ സൂറത്തുൽ അബസ് എന്ന് പേരുള്ള ഈ ഒരു ആയത്തിന് പലരും കൊടുത്തൊരു വ്യാഖ്യാനം. സ്വാഭാവികമായിട്ടും ഖുർആൻ വിമർശിക്കുന്ന ആളുകൾക്ക് അതൊരു ആയുധമായിട്ട് മാറി. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്, നിങ്ങളുടെ വിശുദ്ധനായ നബി എന്ന് പറയുന്ന ഒരാൾ ഒരു അന്ധനായ ഒരു സ്വഹാബിയോട് പോലും മാന്യമായിട്ട് പെരുമാറാൻ കഴിയാത്ത ഒരാളല്ലേ? അപ്പോൾ അവർ കണ്ടില്ല, ആ സമയത്ത് ഇത്രയും മോശം സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ ഖുർആനിൽ പോലും ഹബീബായ നബിയെ വിമർശിക്കേണ്ടി വന്നത് എന്നതായിരുന്നു വിമർശകർ ഉയർത്തുന്ന ഒരു ചോദ്യം. ഇതിന് സൂഫി ഗുരു പറഞ്ഞൊരു മനോഹരമായൊരു മറുപടിയുണ്ട്. അവിടെയാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകളുടെ അല്ലെങ്കിൽ പദങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. അബസ എന്ന് പറഞ്ഞ ആക്കിനർത്ഥം മുഖം ചുളിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ആയത്തിൽ, ഈ ഒരു സൂറത്തിൽ എവിടെയും അത് ഹബീബായ നബിയാണ് മുഖം ചുളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഖുർആനിൽ രണ്ടിടങ്ങൾ മാത്രമാണ് ഈ അബസ് എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതാരെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൽ നബിയെ പരിചയപ്പെടുത്തിയ വാക്കുകളുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് അയച്ചിട്ടുള്ളത്. മറ്റൊന്ന് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഹബീബായ നബി ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ വഹ്യ് കൂടാതെ ഹബീബായ നബി ഒന്നും ഒഴിഞ്ഞിട്ടില്ല എന്ന് പരിചയപ്പെടുത്തിയ ഒരു നബി എങ്ങനെയാണ് കാഴ്ച പരിമിതിയുള്ള വളരെ പാവമായ പണ്ഡിതനായ ഒരു നല്ല സ്വഹാബി അരികിൽ വരുമ്പോൾ മുഖം ചുളിക്കുക എന്ന് പറയുമ്പോൾ അത് ഹബീബായ നബിയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ മറ്റ് പ്രയോഗങ്ങൾക്ക് വിരുദ്ധമല്ലേ ആവുക? അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ കഴിയുക? ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, രണ്ടിടങ്ങൾ മാത്രമാണ് അബസ എന്നുള്ള പ്രയോഗം വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സൂറത്തുൽ മുദ്ദഖിറിലാണ് ഈ അബസയുടെ പ്രയോഗം ഒന്നുള്ളത്. വലീദ് ഇബ്നു മുഗീറ എന്ന പേരുള്ള ഒരു നേതാവ് മക്കയിലുണ്ടായിരുന്നു. ആൾ വലിയ സ്കോളറാണ്, ഒരുപാട് അറിവുകളുള്ള ഒരാളാണ്, നല്ല കവിയാണ്, എല്ലാം കൊണ്ടും സമ്പന്നനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഖുർആനെക്കുറിച്ച് പഠിക്കണം തോന്നി, ഖുർആനെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു മനുഷ്യ സൃഷ്ടിയല്ല, ഇതൊരു മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു വസ്തുവല്ല ഖുർആൻ എന്നുള്ളത്. കാരണം അതിൻ്റെ ഭാഷാപരമായ അലങ്കാരങ്ങൾ, പ്രയോഗങ്ങളിൽ ഇതിലെന്തോ ദൈവികതയുണ്ടെന്ന് അയാൾക്ക് ഉറപ്പാണ്. പക്ഷേ അയാൾ അഹങ്കാരം അത് സമ്മതിക്കുന്നില്ല. ഖുറൈശികളുടെ മുന്നിൽ ഞാനിങ്ങനെ ഇതൊരു പ്രവാചകൻ ലഭിച്ച, ദൈവികമായി ലഭിച്ചൊരു ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ തനിക്കിപ്പോൾ കിട്ടുന്നൊരു ജനസമ്മതി പോലും ഇല്ലാതാകും. കാരണം അന്ന് ഹബീബായ നബിക്ക് വളരെ കുറഞ്ഞ ആളുകളുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ മനുഷ്യൻ അത് അംഗീകരിച്ചില്ല. എന്നിട്ട് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത് ഇതൊരു കള്ളത്തരമാണ്, ഇതൊരു കള്ള ഗ്രന്ഥമാണ്. അങ്ങനെ ആ ഒരു മനുഷ്യനെ കുറിച്ചാണ് സൂറത്തുൽ മുദ്ദഖിറിൽ ഒരു നീണ്ട ഒരു ആയത്തിറങ്ങി. ആയത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്, സുമ്മ നദറ സുമ്മ അബസ വബസറ. അതായത് ആ ഒരു മനുഷ്യൻ അഹങ്കാരിയാണ്, വളരെ മോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മുഖം തിരിച്ചു. അയാൾ സത്യം അറിഞ്ഞിട്ടും ഹബീബായ നബിയിൽ നിന്നും ഖുർആനിൽ നിന്നും അബസ മുഖം ചുളിച്ചു, വ ബസറ ഉള്ളിലുള്ള വിരോധം മുഖത്ത് പ്രകടമാക്കി. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചിട്ട് അയാൾ അത്രയും സത്യം അറിഞ്ഞിട്ടും അഹങ്കാരം കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ വിമർശിച്ചിരുന്നതും ഉൾക്കൊള്ളാതിരുന്നതും. എന്നിട്ട് ആളുകൾക്ക് മുൻപിൽ ഇല്ലാ കഥകൾ പറഞ്ഞപ്പോൾ അയാളെ കുറിച്ചിട്ട് സുമ്മ നദറ സുമ്മ അബസ വബസറ സുമ്മ അദ്ബറ വസ്തദ്ബറ എന്ന് പറഞ്ഞിട്ട് അയാളെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞൊരു പ്രയോഗമാണ്. അപ്പോൾ ആ പ്രയോഗം ശരിക്കും വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്. വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് പറയാനുള്ള പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേ വലീദ് ഇബ്നു മുഗീറയായിരുന്നു
അന്ന് ഹബീബായ നബിയോട് സംസാരിക്കാൻ വന്നിരുന്നത്. അതായത് അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂമിൽ സംസാരിക്കാൻ വന്ന സമയത്തും ആ പ്രസന്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ആരാണ്? ഇതേ വലീദ് ബിൻ മുഗീറ തന്നെയാണ്. അയാളെ വീണ്ടും കുറേശ്ശികൾ പിടിച്ചോണ്ടാണ്. എന്തിന്? നബിയുടെ മുന്നിൽ നിങ്ങൾ പോയിട്ട് സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ ആ ഹബീബായ നബിയുടെ ഖുർആനൊക്കെ പച്ച കള്ളത്തരമാണ് നിങ്ങൾ തെളിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വരുന്നത്. അപ്പൊ ഇറങ്ങിയ ഒരു ആയത്തായതുകൊണ്ട് പലരും കരുതി ഈ അബസ എന്നുള്ളൊരു പ്രയോഗം ആരെക്കുറിച്ചാണ്? ഹബീബായ നബിയെക്കുറിച്ചാണ്. ഒരിക്കലുമല്ല. അബസ എന്നുള്ള പ്രയോഗം ആ സമയത്ത് അയാൾ മുഖം ചുളിച്ചു എന്നുള്ളതാണ്. അബസവതവല്ല, അയാൾ തിരിഞ്ഞു കളഞ്ഞു. അൻ ജാഅഹുൽ അഅമാ, ആ ഒരു അന്ധനായ ഉമ്മു മക്തൂം വന്നൊരു സന്ദർഭത്തിലും ഈ വലീദ് ബിൻ മുഗീറയുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ സ്വഭാവത്തിന്റെ ഒരു മാതൃകയാണ്. അങ്ങനെയുള്ള മാതൃകയുള്ള ഒരു നബി, വ ഇന്ന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മികച്ച മാതൃകയുണ്ടെന്ന് പറഞ്ഞൊരു നബി എങ്ങനെയാണ് അന്ധനായ ഒരാൾ വന്നാൽ മുഖം ചുളിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു കളയുക? അപ്പൊ തെറ്റായൊരു വ്യാഖ്യാനം, ശരിയായുള്ളൊരു വ്യാഖ്യാനമല്ല പലരും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ഈ ഖുർആനിക വിമർശകർക്ക് വിശുദ്ധ ഖുർആനിൽ ഒളിപ്പിച്ച ഭാഷയുടെ അത്ഭുതം ബോധ്യപ്പെട്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മൾ എപ്പോഴും വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഗുരുവിൽ നിന്ന് പഠിച്ച ഇൽമ് നോക്കിയിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് വായിച്ചിട്ടാവരുത് ഒരിക്കലും നമ്മൾ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.